ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇപ്പം നമ്മൾ തിരിച്ച് ഫാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തോളം മിക്കതും ഫാം ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റഫ്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മൾ മാരേജ് ഫംഗ്ഷൻ, ഓണം സെലിബ്രേഷൻ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനത്തെ ഒരു വീഡിയോസ് കണ്ടൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഫാം റിലേറ്റഡ് ആക്ടിവിറ്റീസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. സോ എന്തായാലും നമ്മുടെ കുക്കുംബർ ചേട്ടന്മാർ ഏതവസ്ഥയായി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ വൈസ്, സൈസായി വന്നിട്ടുണ്ട്. സോ ഈ ആഴ്ച നമ്മൾ ഇവരെ പൊട്ടിച്ച് കൂട്ടത്തിൽ കൊടുക്കുന്നതായിരിക്കും. കണ്ടോ, കിടപ്പ് കണ്ടോ, ഇവിടെയൊക്കെ സെറ്റാണ് വൈസ്. സോ ബാക്കിയുള്ളവർ ഇങ്ങനെ ചെറുത് ഇങ്ങനെ നിറയെ വരുന്നുണ്ട് ഗൈസ്. സോ എല്ലായിടത്തും ഒരുവിധം നമുക്ക് ആയി വരുന്നുണ്ട്. സോ ഇവിടെയൊക്കെ ഉണ്ടോ, അതെ അടുപ്പിച്ച് കുറച്ചൊക്കെ ആയി സെറ്റായി വരുന്നുണ്ട്. സോ അങ്ങനെ കുക്കുംബർ സക്സസ്ഫുള്ളായി നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ വിശേഷം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് മൈക്രോ ഗ്രീൻസൊക്കെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള ബൊക്ചോയും ഇവരൊക്കെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ മറ്റന്നാൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമ്മുടെ പക്ചോയി, മൈക്രോ ഗ്രീൻസ്, റാഡിഷ്, ഹോഴ്സ് ഗ്രാം, സൺഫ്ലവറൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള വിശേഷങ്ങൾ. ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ട്രൈ ചെയ്യുന്ന പുതിയ ഐറ്റമാണ് ഗൈസ്, ചൈനീസ് ക്യാബേജ്. സോ നമ്മുടെ മറ്റേ ക്യാബേജ് അല്ല, ചൈനീസ് ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെറ്റപ്പിൽ വരുന്നൊരു സംഭവമാണ്. എനിക്കും ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ള സെറ്റപ്പ് എനിക്കും അറിഞ്ഞുകൂടാ. സോ എന്തായാലും ഇതായി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ചൈനീസ് ക്യാബേജ് വന്നിട്ട് പുതിയ സംഭവം. പിന്നെ ഇത് ചിക്കറി റാഡിഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. സോ അതും ഒരു റെഡിഷ് കളർ സംഭവം തന്നെ കണ്ടോ. ഇതാണ് ഈ റാഡിഷോ എന്നുള്ള പേരിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതാണ് ഗൈസ്, നമ്മുടെ മറ്റേ ചിക്കറിക്ക് ഫുൾ പച്ചയാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ ഇത് റാഡിഷോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഗൈസ്. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ ഫാമിൽ നിന്ന് ഇറങ്ങിയാണ്. സോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം പുതിയ സംഭവങ്ങളൊന്നും ഇന്ന് ചെയ്തില്ല. പിന്നെ ഇവിടെ നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എക്സോസ്റ്റ് ഫാനും ബാഡൊക്കെ വരയ്ക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ കാറ്റും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ ചൂടെടുത്ത് മരിച്ചേനെ. അപ്പം തന്നെ നല്ല ചൂടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കണ്ടോ, വെയിൽ ഉദിക്കുന്നുണ്ടോ, ഉദിക്കുമ്പോൾ വലിയ സീൻ വെയിലാണ് ഗൈസ്. നിങ്ങളുടെ അവിടെയൊക്കെ വെയിലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചാൽ. സോ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്കൈ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. നമ്മുടെ ബ്രിഡ്ജിമ്മ കൂടി പോകുമ്പോൾ നല്ല വൈബായിട്ട് സ്കൈ ഇങ്ങനെ കണ്ട് നമ്മൾ വരികയാണ്. അങ്ങനെ അത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ചായയുടെ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവെന്ന് മേടിച്ച കപ്പ് കേക്ക് ഉണ്ട് ഗൈസ്. സോ ചോക്ലേറ്റ് കപ്പ് കേക്കാണ്, മുകളിൽ ചോക്കോ ചിപ്പൊക്കെ ഇട്ടിട്ട് നൈസായിട്ടുണ്ട്. സോ അത് കഴിക്കട്ടെ. അതിനുശേഷം മമ്മി നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഒന്നും പറയാൻ പറ്റില്ല, ഫിംഗേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു അടിപൊളി ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫേസിൽ ഒന്നും നോക്കിയാൽ ഒരു ഫേസ് പാക്ക് തേച്ചത്തുണ്ട്, രക്തചന്ദനം അരച്ച് സെറ്റാക്കിയതാണ്. സോ അതിന് ശേഷം ചെറിയൊരു ഗ്ലോ കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഗ്ലോ തോന്നിയ പോലെ ഉണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു 4 അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും